എറണാകുളം ജില്ലയിലെ 14 നിയോജകമണ്ഡലങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കൊച്ചി, അത്ഭുതകരമായിട്ടാണ് അവിടെ UDFൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീ മുഹമ്മദ് ഷിയാസ് വിജയിക്കാൻ പോകുന്നത്. ആ ഷിയാസിൻ്റെ അപ്രോച്ച്, ഹാർട്ട് എന്നുള്ള സംസാരം, ഓപ്പൺനെസ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സിറ്റിംഗ് MLA മാക്സി, അദ്ദേഹത്തിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഷിയാസ് വന്നതോടുകൂടി അവിടെ UDFന് മൊത്തത്തിൽ അനുകൂലമായി നിൽക്കുന്നു. ബാക്കി 14-ൽ 12 സീറ്റ് വരെ UDFന് ഈസിയായിട്ട് വിൻ ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അതിൽ UDFന് ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് ഒന്ന് വ്യവസായ മന്ത്രി ശ്രീ P. രാജീവിൻ്റെ കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ 1-2% വോട്ട് വ്യത്യാസം ആണ് പെട്ടെന്ന് ഇതുവരെയുള്ള ഞങ്ങളുടെ അനാലിസിസിൽ മനസ്സിലായത്. അത് മറിയാനും സാധ്യതയുണ്ട്. കാരണം ഇബ്രാഹിം കുഞ്ഞ് എന്ന കളമശ്ശേരിയിലെ മുൻ MLA, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഈ അടുത്ത കാലത്താണ്. അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടി കളമശ്ശേരിയിൽ ചെറുതായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കളമശ്ശേരിയിൽ UDFൻ്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വിജയമുണ്ടാകും. ഏതായാലും ചെറിയ മാർജിനാണ് അവിടെ ഉള്ളത്. ഇൻകം ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പും മിഡിൽ ഡൗൺ ഗ്രൂപ്പും ഒക്കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഗഫൂറിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ അവസാനത്തെ ഒരു മാറ്റം, പിന്നെ CPMലുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് ധരിക്കുന്ന പല അടിയൊഴുക്കുകളും അവിടെ വർക്ക് ചെയ്യുമോ എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ഏതായാലും അവിടെ ശ്രീ P. രാജീവിന് ഒരു ചെറിയ എഡ്ജ് ഉണ്ട്. അത് അവസാനം വരെ നിലനിൽക്കുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. വൈപ്പിനിൽ അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി, അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി CPMൻ്റെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അവിടെ CPMൻ്റെ ഉണ്ണികൃഷ്ണൻ മത്സരിച്ച് ജയിച്ച ഒരു സ്ഥലമാണ്. അദ്ദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് മാറി. അവിടെ LDFന് വളരെ ചെറുതായിട്ട് അനുകൂലമായ ഒരവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എറണാകുളം ഏകദേശം UDFനൊപ്പം നിൽക്കുന്നതാണ് നിങ്ങളുടെ ഒരു വിശകലനത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്.